ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മണി ട്രീ. ഇന്ന് നമ്മളെല്ലാവരും ഓൺലൈൻ ജോബ് ചെയ്യുന്നവരാണ്. എന്നാൽ എല്ലാവർക്കും പേപ്പാൽ അക്കൗണ്ട് ഉണ്ടാകണമെന്നില്ല. അതിന് പകരമായുള്ള ഒരു ആപ്പാണ് പേനിയർ ആപ്പ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ ഐ ആം ആൻ ഇൻഡിവിജ്വൽ റണ്ണിങ് മൈ ഓൺ ബിസിനസ് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് അടിക്കുക. നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓൺലൈൻ സെല്ലർ, ഫ്രീലാൻസർ, ഏജൻസി സർവീസ് എന്നീ ഏതെങ്കിലും ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് അടിക്കുക. ഒന്നാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് അടിക്കാവുന്നതാണ്. ഓക്കെ ക്ലിക്ക് ചെയ്യുക. പിന്നീട് നമുക്ക് വരുന്ന പോപ്പപ്പ് വെബ്സൈറ്റിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് വരുന്നതിൽ ഫസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. രണ്ടാമതിൽ നമ്മൾ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. പിന്നീട് വരുന്ന വിൻഡോയിൽ കൺട്രി, സ്ട്രീറ്റ് നമ്പർ, ഫോൺ നമ്പർ തുടങ്ങിയവ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫോൺ നമ്പറിൽ ലഭിക്കുന്ന OTP കൃത്യമായി വെരിഫിക്കേഷൻ കോഡ് കൊടുത്ത് നെക്സ്റ്റ് അടിക്കുക. ഇനി പ്രത്യേകിച്ച് നമുക്ക് പറയത്തക്ക ഒന്നുമില്ല. നമ്മുടെ പേഴ്സണൽ കുറച്ച് ഡീറ്റെയിൽസ് ആസ്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പാൻ കാർഡ്, ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ട്, അതിനുശേഷം കൺഫർമേഷന് വേണ്ടി അവർ നമ്മുടെ അക്കൗണ്ടിലേക്ക് ചെറിയൊരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ആ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് എത്ര രൂപയെന്ന് കൃത്യമായിട്ട് നമ്മൾ അതിനകത്ത് റീവെരിഫൈ ചെയ്യണം. അത് പിന്നീട് വരത്തുള്ളൂ, ഒരാഴ്ചക്കുള്ളിൽ വരുമെന്നാണ് അവർ മെയിലിൽ കാണിക്കുന്നത്. ആ വരുന്ന ചെറിയ എമൗണ്ട് കൃത്യമായിട്ട് അവർ കൺഫർമേഷന് വേണ്ടി നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനത്തെ ഒരു കാര്യം ചെയ്യാനുണ്ട്. പിന്നെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ്, ഇന്ത്യൻ ബാങ്ക്, പാൻ കാർഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നീട് വരുന്നത് നമുക്ക് ഈ അക്കൗണ്ട് പിന്നീട് എപ്പോഴെങ്കിലും വെരിഫിക്കേഷന് നമുക്ക് റിക്കവർ ചെയ്യാൻ ആവശ്യമായിട്ട് കുറച്ച് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് ചൂസ് ചെയ്യാം അതിൻ്റെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളത്. ആ ക്വസ്റ്റ്യൻസിന് നമ്മൾ കൃത്യമായിട്ട് ആൻസർ നമ്മൾ ഓർത്തിരിക്കുകയും ചെയ്യണം. പിന്നീട് നമുക്ക് എന്തെങ്കിലും അക്കൗണ്ട് റിക്കവർ ചെയ്യേണ്ടി വരികയാണെങ്കിൽ ആ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ കൃത്യമായിട്ട് ആൻസർ കൊടുക്കുക. പിന്നീട് ആ ഒരു ചോദ്യം നമുക്ക് റിക്കവർ ചെയ്യുന്ന അവസരത്തിൽ നമ്മുടെ സെക്യൂരിറ്റി ആയിട്ട് ആ ചോദ്യം ചോദിക്കും. നമ്മൾ കൃത്യമായിട്ട് ആൻസർ കൊടുക്കുകയും ചെയ്യണം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കൊടുക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് ആൻസർ എന്താണെന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ ഈ അക്കൗണ്ട് തുടങ്ങാനുള്ള കാര്യങ്ങൾ. ഇതൊന്നും കണ്ടിട്ട് മനസ്സിലാത്തവരൊന്നുകൂടി നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന സിമ്പിൾ കാര്യമാണ്.